أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والطور وكتاب مسطور في رق منشور والبيت المعمور. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്രാഉം മിഅ്റാജും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന അത്യത്ഭുതകരമായ ഒരു സംഭവമാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ് എന്നത്. ആ യാത്രയിലെ എല്ലാം അത്ഭുതങ്ങളാണ്. അത്ഭുതകരമായ ഒരു യാത്ര തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ്. ആ യാത്രയുടെ ആദ്യ ഭാഗവും ആ യാത്രക്കുണ്ടായ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് യാത്ര ചെയ്തതും ബുറാഖ് എന്ന വാഹനവും ആ ബൈത്തുൽ മുഖദ്ദസിലെത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിച്ച ആ രംഗങ്ങളുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും ആകാശ ലോകത്തേക്ക് സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തേക്ക് കയറിപ്പോവുകയാണ്. അതാണ് മിഅ്റാജ് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അറജ എന്ന് പറഞ്ഞാൽ കയറി എന്നാണ് അർത്ഥം. മിഅ്റാജ് കയറിപ്പോകുന്നത്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശ ലോകത്തേക്ക് കയറിപ്പോകുന്നത് എന്ന അർത്ഥത്തിലാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഏഴാനാകാശം
സാധാരണ നമുക്കറിയാം, ഒന്നാം ആകാശത്തിന്റെ അതിർത്തി പോലും ഇന്ന് മനുഷ്യന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു സത്യമാണ്. അവിടെയാണ് ഒന്നാം ആകാശവും രണ്ടും കഴിഞ്ഞ് ഏഴാം ആകാശത്തെത്തി അള്ളാഹുവുമായി സംസാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദമായ ഹദീസുകളിൽ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പൂർണ്ണമായും ഒരൊറ്റ ഹദീസിലല്ല ഈ വിഷയങ്ങളെല്ലാം വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ ഹദീസുകളിൽ പല രംഗങ്ങളിലായിട്ടാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരൊറ്റ ഹദീസാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. മറിച്ച് പല ഹദീസുകളിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോർത്തിണക്കി അതിൻ്റെ ഒരു ഓർഡറിലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫൻതലക ബി ജിബ്രീലു ഹത്താ അത്തസ്സമാ അദ്ദുനിയ. അങ്ങനെ മിഅ്റാജ് യാത്ര ആരംഭിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കയറി ആകാശലോകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അത്തസ്സമാ അദ്ദുനിയ, ഒന്നാം ആകാശത്തെത്തി. അവിടെ ചെന്ന് ആവശ്യപ്പെടുകയാണ് ഒന്നാം ആകാശത്തിന്റെ കവാടം തുറക്കാൻ. എല്ലാ ആകാശങ്ങൾക്കും കാവൽക്കാരുണ്ട്, മാലാഖമാരായി അള്ളാഹു കാവൽക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ഒന്നാം ആകാശത്തെത്തി. ഫസ്തഫ്തഹ, അവിടെ നിന്ന് തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. അവിടെ നിന്ന് ചോദിക്കുകയാണ്, മൻ ഹാസ, ആരാണ് താങ്കൾ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. അപ്പൊ ചോദിച്ചു, വമൻ മഅക, ആരാണ് കൂടെയുള്ളത്? അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കൂടെയുള്ളത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വീണ്ടും അവിടെ നിന്ന് ചോദിക്കുകയാണ്, വഖദ് ഉർസില ഇലൈഹി, ക്ഷണിക്കപ്പെട്ട അതിഥിയാണോ? ഇവിടുന്ന് ക്ഷണമുണ്ടോ ഇങ്ങോട്ട് വരാൻ? ക്ഷണം കിട്ടിയിട്ടാണോ വന്നിട്ടുള്ളത് എന്നതാണ്. അവിടുന്ന് പറഞ്ഞു, നഅമദേ, ക്ഷണിച്ചിട്ട് വന്നതാണ്. ഉടൻ തന്നെ അവിടുന്ന് മറ്റൊരു വർത്തമാനം വരികയാണ്, മർഹബൻ ബിഹി ഫനിഅമൽ മജീഉ ജാഅ, സ്വാഗതം ചെയ്യുകയാണ്, മർഹബൻ പറയുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ആകാശലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്, മർഹബൻ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന്റെ ഒരു സാഹചര്യം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന, പ്രവാചകന് വല്ലാത്ത ദുഃഖമുണ്ടായ ഒരു സാഹചര്യം, ത്വായിഫിലെ ജനങ്ങൾ കല്ലെറിയുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം, മക്കയിലെ ആളുകൾ ബഹിഷ്കരിച്ച ഒരു സാഹചര്യം. അങ്ങനെ പ്രവാചകരെ, ഭൂമിയിലെ ആളുകൾക്ക് താങ്കളെ വേണ്ടെങ്കിൽ, അവർ താങ്കളെ ബഹിഷ്കരിക്കുന്നുവെങ്കിൽ, ഇതാ ആകാശലോകം താങ്കളെ സ്വീകരിക്കുകയാണ്, താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്, താങ്കളെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഫലമ്മാ ഫതഹ അലൗന അസ്സമാഅ അദ്ദുനിയാ ഫഇസാ റജുലുൻ ഖായിദുൻ, അങ്ങനെ ഒന്നാം ആകാശത്തെത്തിയപ്പോ അവിടെ യഥാ ഫഇസാ റജുലുൻ ഖായിദുൻ, അവിടെ യഥാ ഒരാൾ ഇരിക്കുകയാണ്. ഒന്നാം ആകാശത്ത് കയറിയപ്പോ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അലാ യമീനിഹി അസ്വിദത്തുൻ വ അലാ യസാരിഹി അസ്വിദ, അദ്ദേഹത്തിന്റെ ഇടതും വലതുമായി കുറെ സംഘങ്ങളുണ്ട്, മനുഷ്യന്മാരുണ്ട്. അല്ലാഹ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒന്നാം ആകാശത്തെത്തിയപ്പോ ഒരാളിങ്ങനെ ഇരിക്കുന്നു, അയാളുടെ വലതും ഇടതുമായി ഒരുപാട് സംഘങ്ങളുണ്ട്. അങ്ങനെ ഇദാ നദറ ഖിബല യമീനിഹി ലഹിക വ ഇദാ നദറ ഖിബല യസാരിഹി ബകാ, അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടെ വലതുഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്, ഇടതുഭാഗത്തേക്ക് നോക്കി കരയുന്നുണ്ട്. അത് കണ്ടപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഖാല മർഹബൻ ബിനബിയ്യി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്, പ്രിയപ്പെട്ട മകനെ നിനക്ക് സ്വാഗതം, പ്രിയപ്പെട്ട പ്രവാചകരെ താങ്കൾക്ക് സ്വാഗതം. ആ ഇരിക്കുന്ന ആള് നബിയെ സ്വാഗതം ചെയ്യാണ്, ഇങ്ങോട്ട് സ്വാഗതം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ചോദിച്ചു, മൻ ഹാസാ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ ഇയാൾ? വലതുഭാഗത്തേക്ക് നോക്കി ചിരിക്കുന്നു, ഇടതുഭാഗത്തേക്ക് നോക്കി കരയുന്നു, കുറെ സംഘങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു. ആരാണ് ഇയാൾ? ജിബ്രീലിന്റെ മറുപടി, ഹാസാ അബൂക ആദം, ഇതാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ഇതാണ് താങ്കളുടെ പിതാവായ ആദം. നോക്കൂ നിങ്ങൾ, അവിടെ പറഞ്ഞ പ്രയോഗം നോക്കൂ നിങ്ങൾ, ഹാദാ അബൂക ആദം,
ഇതാണ് താങ്കളുടെ പിതാവായ ആദം. അവിടുന്ന് ഫസല്ലിം അലൈഹി ഫസല്ലംതു അലൈഹി ഫറദ്ദസ്സലാം, അവിടുന്ന് സലാം പറഞ്ഞു, സലാം മടക്കി. അങ്ങനെ വഹാദിഹിൽ അസ്മിദതു അൻ യമീനിഹി വശിമാലിഹി നസമു ബനി, അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കാണ്. ഇതാരാണെന്നറിയോ? ഇദ്ദേഹത്തിന്റെ ഇടതും വലതുമാകത്തുള്ള കുറെ സംഘങ്ങളെ കണ്ടില്ലേ, അതാരെന്നറിയോ? മനുഷ്യന്മാരുടെ റൂഹുകളാണ്, മനുഷ്യരൂപങ്ങളാണ്, അഥവാ ആദം നബിയുടെ സന്താനങ്ങളുടെ റൂഹുകളാണ്, ആത്മാക്കളാണ്. അങ്ങനെ ഫഅഹ്ലുൽ യമീൻ മിൻഹും അഹ്ലുൽ ജന്ന വൽ അസ്മിദത്തുൽ ലത്തി അൻ ശിമാലിഹി അഹ്ലുൻ നാർ, അവരിൽ വലതുഭാഗത്തുള്ളവർ സ്വർഗാവകാശികളാണ്, ഇടതുഭാഗത്തുള്ളവർ നരകാവകാശികളാണ്. ആദം നബിയാണ് ഇരിക്കുന്നത്. ആദം നബിയുടെ വലതുഭാഗത്തുള്ളവർ സ്വർഗവാസികളാണ്, ഇടതുഭാഗത്തുള്ളവർ നരകവാസികളാണ്. فإذا نظر عن يمينه ضحك وإذا نظر قبل شماله بكى, അങ്ങനെ അദ്ദേഹം വലതുഭാഗത്തേക്ക് ഇങ്ങനെ സ്വർഗവാസികളെ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിക്കും, അദ്ദേഹത്തിന് ചിരി വരും, സന്തോഷം വരും. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരും. കാരണം തൻ്റെ മക്കളാണല്ലോ ഈ നരകത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്നത്, ഇവരാണല്ലോ നരകത്തിന്റെ അവകാശികളാകുന്നത് എന്നതോർത്ത് അദ്ദേഹത്തിന് കരച്ചിൽ വരും. അതാണ് അദ്ദേഹം ഇടതും വലതും നോക്കി ഇങ്ങനെ ഇടതുഭാഗത്തേക്ക് നോക്കി കരയുകയും വലതുഭാഗത്തേക്ക് നോക്കി ചിരിക്കുകയും ചെയ്യുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ശരി, ആദം നബിയെ കണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിയുടെ രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏകദേശം 60 മുഴം നീളമുണ്ടായിരുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്ന് അവിടെ നിന്ന് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും കയറിപ്പോവുകയാണ്, ഒന്നാം ആകാശത്ത് നിന്ന് വീണ്ടും കയറിപ്പോവുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ആകാശത്തെത്തുകയാണ്. അവിടെ രണ്ട് പ്രവാചകന്മാരെ രണ്ടാം ആകാശത്ത് കാണുന്നു. ഇതൊക്കെ നേർക്കുനേരെ കാണാൻ ട്ടോ, നേർക്കുനേരെ കാണാണ്. ആദം നബിയുടെ മക്കളെങ്ങനെ കാണാണ്? സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അവകാശികളെ കാണാണ്. ഇതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അത്ഭുതമാണ്. ഏതൊരു മനുഷ്യനും വിശ്വസിക്കാൻ ഒരുപക്ഷെ പ്രയാസം വന്നേക്കാവുന്ന അത്ഭുതം. അതാണ് ഇന്നത്തെ ഖുത്ബയിൽ കേട്ടത്. എന്ത്? ഇതൊരു പരീക്ഷണമാണ്. കേവലം ഒരു അത്ഭുത യാത്ര എന്നുള്ള നിലക്കല്ല ഇസ്രാ മിഅ്റാജ് നമ്മൾ കാണേണ്ടത്. മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും വിശ്വാസികൾക്ക് സംശയമുണ്ടോ? അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങൾ കേട്ടില്ലേ? അത്ഭുതമാണ്. വിശ്വാസികൾക്ക് പോലും ഒരു വേള ചിന്തിച്ചു പോയി എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ആദ്യമായി കടന്നു വന്ന് പറയുന്നത് ഉമ്മുഹാനിയോടാണ്. ഉമ്മുഹാനി മുസ്ലിമാണ്. ആരാണ് ഉമ്മുഹാനി എന്നൊക്കെ പ്രവാചകന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഉമ്മുഹാനി ചോദിക്കുന്നുണ്ട്, നബിയോട് പറയുന്നുണ്ട്, നബിയെ, മുഹമ്മദ് നബിയെ, താങ്കൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഇതാരോടിപ്പോ പറയണ്ടോ? ഉമ്മുഹാനി പറയുന്നുണ്ട്, ഇതാരോടിപ്പോ പറയരുത് കേട്ടോ. ഉമ്മുഹാനിക്ക് പേടിയായി. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്നും സാഹിറെന്നും മജ്നൂനെന്നും ഒക്കെ വിളിച്ച് പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത് ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല എന്ന് ഉമ്മുഹാനിക്കറിയാം. അപ്പൊ ഉമ്മുഹാനി പറയുന്നുണ്ട്, ആരോടും പറയല്ലോ. നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി അദ്ദേഹം വേറൊരാളോട് പറയുന്നുണ്ട്. അദ്ദേഹം പ്രവാചകനെ സഹായിച്ചൊരു വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹവും ഇക്കാര്യം വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിനടുത്ത് പോയി ഈ വിഷയം പറയുന്നത്. കിട്ടിയ അവസരം എന്നുള്ള നിലക്ക് അബൂജഹലും അനുയായികളും വന്ന് പ്രവാചകനെ ആക്രമിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുവരെ നിന്നെ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുമ്പോ മനസ്സറിഞ്ഞ് വിളിച്ചിരുന്നല്ല, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്ത്, നിങ്ങൾക്ക് ഭ്രാന്താണ്. ആരാ പറഞ്ഞത്? അബൂജഹൽ. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോകുന്നത്. അവർക്ക് ഉറപ്പുണ്ട് ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞാൽ, അബൂബക്കറിനോട് പറഞ്ഞാൽ അബൂബക്കർ ഇത് വിശ്വസിക്കുകയില്ല, ഇതോടെ മുഹമ്മദ് ഒറ്റപ്പെടുമെന്ന്. പക്ഷെ അവർക്ക് തെറ്റിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? അതേ പറഞ്ഞു. ഇതാ എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ
ഒരുപക്ഷെ ഈ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലെവിടെയും ലവലേശം സംശയം വരാൻ പാടില്ല എന്നർത്ഥം. രണ്ടാം ആകാശത്തേക്ക് കടന്നു ചെന്നപ്പോ ഹാസാ യഹിയ വ ഈസ, അവിടെ യഥാ രണ്ട് പ്രവാചകന്മാരാണ്, ഈസാ നബിയും യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം. അവർക്ക് സലാം പറഞ്ഞു. അവർ രണ്ടുപേരും സ്വീകരിക്കുകയാണ്. മർഹബൻ ബിൽ അഖി സ്വാലിഹ് വന്നബിയ്യ സ്വാലിഹ്, പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട പ്രവാചക, താങ്കൾക്ക് സ്വാഗതം. രണ്ട് പ്രവാചകന്മാരും സ്വീകരിച്ചു. മാത്രല്ല കേട്ടോ, ഇവിടെ ഓരോ ആകാശത്ത് ചൊല്ലുമ്പോഴും ഓരോ ആകാശത്തിലേക്ക് എത്തുമ്പോഴും അവിടെ നിന്ന് അനുവാദം ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ്? ഞാൻ ജിബ്രീലാണ്. കൂടെ ആരാ? ക്ഷണിക്കപ്പെട്ടിട്ട് വന്നതാണോ? അങ്ങനെയുള്ള സംഭാഷണങ്ങൾ എല്ലാ ആകാശ കവാടത്തിലും നടക്കുന്നുണ്ട്. ഇതിന് വിശദീകരിക്കുന്നിടത്താണ് പണ്ഡിതന്മാർ പറയുന്നത്, ഏതൊരു വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴും, നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത ഏത് സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോഴും നിങ്ങൾ അനുവാദം ചോദിക്കണം എന്ന് പറയാൻ വരെ ഈ വിഷയമെടുത്ത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. ശരി, രണ്ടാം ആകാശത്ത് യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയെ കണ്ട ആ രൂപം വിശദീകരിക്കുന്നുണ്ട്. വറഅയ്തു ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം മർബു അൽ ഖൽഖി അഹ്മറ ജഅദാ, ഞാൻ ഈസാ നബിയെ കണ്ടു. ഈസാ നബിയുടെ രൂപം മർബു അൽ ഖൽഖി അഹ്മറ ജഅദാ, നല്ല ഒത്ത പൊക്കമുള്ള ഒരു ശരീരമാണ്. നല്ല ഒത്ത പൊക്കമുള്ള ഒരു ശരീരമാണ്. അതേപോലെ തന്നെ അഹ്മറ ജഅദാ, അദ്ദേഹത്തിന് നിറം എന്ന് പറഞ്ഞാല് നല്ല ഒരു വെള്ളയിൽ ചുവപ്പ് കലർന്ന നിറമാണ്, നല്ല ഒരു കളറാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇടതൂർന്ന മുടിയാണ്, നല്ല തിക്കുള്ള മുടിയാണ്, നീണ്ട മുടിയാണ്. കഅന്നമാ ഖറജ മിൻ ദിമാസ്. ആ രംഗം ഇങ്ങനെ പറയാണ്, ഈസാ നബിയെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മുടിയിൽ നിന്നും വെള്ളം ഇങ്ങനെ ഇറ്റിറ്റു വീഴുന്നുണ്ട്. ഏതുപോലെ ഒരാൾ കുളിച്ചിട്ടിങ്ങനെ തലൊന്നും തുടക്കാതെ തോർത്താതെ ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ അയാളുടെ മുടിയിൽ നിന്നും വെള്ളം എങ്ങനെ ഇറ്റിറ്റിങ്ങനെ താഴേക്ക് വരുമോ, അതുപോലെ ഈസാ നബിയുടെ തലയിൽ നിന്നും മുടിയിൽ നിന്നും വെള്ളം ഇങ്ങനെ ഉറ്റിറ്റു വീഴുന്നുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ആകാശ ലോകത്ത് വെച്ച് കണ്ട കാഴ്ചയാണിത്. ഇത് തന്നെയാണ് അവസാന കാലഘട്ടത്തിൽ ഫലസ്തീനിലെ ദമസ്കസിന്റെ കിഴക്കുവശത്തുള്ള വെള്ളമിനാരത്തിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നുണ്ട്. ആ രംഗം വിശദീകരിക്കുന്നിടത്ത് ഫയൻസിലു ഈസ ഇബ്നു മറിയം കഅന്നമാ ഖറജ മിൻ ഹമ്മാം യൻകുതു റഅസഹു മാഅ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവസാന കാലത്ത് ഇറങ്ങി വരുമ്പോ ഹമ്മാമിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ടിങ്ങനെ പുറത്തേക്ക് വരുന്നവനെ പോലെ. കഅന്നമാ ഖറജ മിൻ ഹമ്മാം യൻകുതു റഅസഹു മാഅൻ, അവന്റെ തലയിൽ നിന്ന്, ഈസാ നബിയുടെ തലയിൽ നിന്നും വെള്ളം ഇങ്ങനെ ആ മുടിയിൽ നിന്നും മുറ്റിയിട്ട് വീഴുന്നുണ്ടാകും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അപ്പൊ രണ്ടാം ആകാശവും കഴിഞ്ഞു. ഇനി യഥാ മൂന്നാം ആകാശം. സുമ്മ സഇദ ബി ഇല സമാഇ സാലിസ, മൂന്നാം ആകാശത്തെത്തിയപ്പോ ഫലമ്മാ ഖലസ്തു ഇദാ യൂസുഫ്, അവിടെ ആരാ ഉള്ളത്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫ് നബിയെ കണ്ട ആ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഊതിയ യൂസുഫ് ശത്റൽ ഹുസ്ൻ, സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സൗന്ദര്യത്തെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു, എന്നിട്ട് അതിനെ രണ്ട് ഭാഗാക്കി. ഒരു പകുതി ആർക്ക് കൊടുത്തു? യൂസുഫ് നബിക്ക്. ബാക്കി പകുതിയാണെന്ത്? മുഴുവൻ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കുമായിട്ട് അള്ളാഹു വീതിച്ചു കൊടുത്തു. അപ്പൊ എന്തായിരിക്കും ആ സൗന്ദര്യം അല്ലേ? ആ സൗന്ദര്യം കണ്ടതുകൊണ്ടാണ്, ആ സൗന്ദര്യത്തിന്റെ മനോഹരമായ ആ രംഗം കണ്ടതുകൊണ്ടാണ് ആ പട്ടണത്തിലെ സ്ത്രീകൾക്ക് പോലും പറ്റിയ രംഗം സൂറത്ത് യൂസുഫിൽ നമ്മൾ പഠിച്ചില്ലേ? എന്താണ്? ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന, കൈകൾ പോലും മുറിഞ്ഞുപോയി എന്നാണ്. യൂസുഫിനെ കണ്ടപ്പോ ആ സൗന്ദര്യത്തിൽ മതിമറന്ന് അവരുടെ കൈകൾ പോലും മുറിഞ്ഞുപോയി. എന്നിട്ട് അവർ പറഞ്ഞ വാചകം വഖുല്ല ഹാശലില്ലാ മാ ഹാസാ ബശറുൻ ഇൻ ഹാസാ ഇല്ലാ മലക്കുൻ കരീം, ഇതൊരു മനുഷ്യനൊന്നല്ല കേട്ടോ, എന്തൊരു അത്ഭുതമാണ്. ഹാശലില്ലാ, ഇതെന്തൊരു അത്ഭുതമാണ്, ഇതൊരു മനുഷ്യനല്ല. ഇൻ ഹാസാ
ഇല്ലാ മലക്കുൻ കരീം എന്ന് ആ സ്ത്രീകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മൂന്നാം ആകാശവും കഴിഞ്ഞു. സുമ്മ സ്വഇദ ബി ഹത്താ അത്തസ്സമാ അർറാബിഅ ഫഇദാ ഇദ്രീസ് അലൈഹിസ്സലാം. നാലാം ആകാശത്തെത്തിയപ്പോ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇദ്രീസ് നബിയെ കുറിച്ച് ഖുർആനിലൊന്നും അങ്ങനെ അധികം പറഞ്ഞിട്ടൊന്നുമില്ല. അധികം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, 2 സ്ഥലത്ത് മാത്രമേ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ചെറിയൊരു പരാമർശമുള്ളൂ. അതിലൊന്ന് നാം അദ്ദേഹത്തെ ഉന്നതമായൊരു സ്ഥാനത്തേക്ക് ഉയർത്തി എന്നാണ്. അതിന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്ന് ചില മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ കഴിയും. അങ്ങനെയല്ല, ആ ഉയർത്തി എന്നത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ കീർത്തി, അദ്ദേഹത്തിന്റെ പേര് നാം ഉയർത്തി എന്നതാണെന്നും ചില മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ജൂത ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, ഒരു ചുഴലിക്കാറ്റ് വന്ന സമയത്ത് ആ ചുഴലിക്കാറ്റിനോടൊപ്പം ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തി എന്നൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഏതായിരുന്നാലും അങ്ങനെ ഇദാ സുമ്മ സ്വഇദ ബി ഹത്താ അത്തസ്സമാ അൽ ഖാമിസ ഹാദാ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. 5ാം ആകാശത്തെത്തിയപ്പോൾ ആരാ അവിടെ ഉള്ളത്? ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം. സുമ്മ സ്വഇദ ബി ഹത്താ അത്തസ്സമാ അസ്സാദിസ ഫഇദാ മൂസ അലൈഹിസ്സലാം. അങ്ങനെ 6ാം ആകാശത്തെത്തിയപ്പോ അവിടെ യഥാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഓരോ ആകാശത്തും ഇങ്ങനെ ഓരോ പ്രവാചകന്മാരിങ്ങനെ കാണാം. മൂസാ നബിയെ കണ്ട രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. റഅയ്തു മൂസ, ഞാൻ മൂസാ നബിയെ കണ്ടു. മൂസാ നബി ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ നല്ല 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 കട്ടിയുള്ള മുടിയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കുറച്ച് നീളമുണ്ടായിരുന്നു, നല്ല കട്ടിയുള്ള ഒത്ത ശരീരമാണ് എന്നൊക്കെ മൂസാ നബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മൂസാ നബി കരയാണ്. ബക്കാ മൂസ അലൈഹിസ്സലാം. നോക്കുമ്പോണ്ട് മൂസാ നബി കരയാണ്. മൂസാ നബി കരഞ്ഞു. ചോദിച്ചു, മാ യുബ്കീക്, എന്തിനാണ് നിങ്ങൾ കരയണത്? എന്താ നിങ്ങൾ കരയാൻ കാരണം? അപ്പോൾ മൂസാ നബി പറഞ്ഞു, അബ്കീലി അന്ന ഗുലാമൻ മാ ബുഇസ ബഅദി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തിഹി അക്സറു മിമ്മൻ യദ്ഖുലുഹാ മിൻ ഉമ്മത്തി. അങ്ങ് എന്നേക്കാൾ പ്രായം കുറഞ്ഞവനാണ്. മുഹമ്മദ് നബിയോട് പറയാണ്, അങ്ങ് എന്നേക്കാൾ പ്രായം കുറഞ്ഞവനാണ്, എന്നാൽ എന്റെ സമുദായത്തെക്കാൾ കൂടുതലായി താങ്കളുടെ സമുദായത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ആളുകൾ പ്രവേശിക്കും. എന്റെ സമുദായത്തിൽ താങ്കളുടേക്കാൾ കുറവായിരിക്കും. അത് ഓർത്തിട്ടാണ് ഞാൻ കരയണത് എന്ന്. എന്നാലോചിച്ചൊക്കെ, നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ദേഷ്യം ഉണ്ടായിട്ടാ അല്ല, പിന്നെന്താ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു രീതി എന്താണ്? ഓരോരുത്തരും മത്സരിക്കണം. ഞാൻ ആദ്യത്തണം സ്വർഗത്തിൽ എന്ന് ആഗ്രഹിക്കണം എന്നാണ്, അല്ലേ? ഞാൻ അതാണ് നമ്മൾ പറയുക, അന അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തേത് ഞാനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ നേതാവ്, മുന്നിൽ നിൽക്കുന്നവൻ ഞാനാവണം എന്നാഗ്രഹിക്കണം വിശ്വാസി. മൂസാ നബിക്കും ആ ഒരു ആഗ്രഹമാണ്. എല്ലാവരെക്കാളും കൂടുതൽ എന്തായിരിക്കണം? എൻ്റെ സമുദായമായിരിക്കണം സ്വർഗത്തിൽ കൂടുതൽ ഉണ്ടാകേണ്ടത് എന്ന് മൂസാ നബി ആഗ്രഹിക്കാണ്. പക്ഷെ അവിടെ നിന്ന് പറയാണ്, താങ്കൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞവനാണ്, ഒരു കുട്ടിയാണ്. അവിടെ പ്രയോഗിച്ച പദം നോക്കൂ നിങ്ങൾ. ഞാൻ കരയാൻ കാരണം അന്ന ഗുലാമൻ, താങ്കൾ ഒരു കുട്ടിയാണ് കണ്ടോ. എന്നിട്ട് എന്നേക്കാൾ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സമുദായം ഒരു പ്രവാചകനോടൊപ്പം സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പൊ നബി ആഗ്രഹിച്ചു, ഇത് ഞാനായിരുന്നെങ്കിൽ, എൻ്റെ സമുദായമായിരുന്നെങ്കിൽ. അപ്പൊ നോക്കുമ്പോൾ അതിന്റെ ബാക്കിൽ അതിനേക്കാളും കൂടുതൽ ആളുകളായിട്ട് ഒരു പ്രവാചകൻ പോണ്. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, മുഹമ്മദ് നബിയെ, അത് താങ്കളും താങ്കളുടെ സമുദായവുമാണ് എന്ന് പറഞ്ഞതായി ഹദീസിൽ കാണാൻ കഴിയും. ശരി, സുമ്മ സ്വഇദ ബി അസ്സമാ അസ്സാബിഅ ഫഇദാ ഇബ്രാഹീം അലൈഹിസ്സലാം. 7ാം ആകാശത്തെത്തിയപ്പോ അവിടെ ഏതാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പരിചയപ്പെടുത്താണ്, ഹാദാ അബൂക ഇബ്രാഹിം, ഇതാണ് താങ്കളുടെ പിതാവായ ഇബ്രാഹിം. മറ്റവരെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 ആൾ മാത്രം കുറിച്ച് എന്ത് പറഞ്ഞിട്ടുള്ളൂ? അബൂക എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമതായി ആദം നബിയെ, രണ്ടാമതായി ഇബ്രാഹിം നബിയെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സലാം പറഞ്ഞു, സലാം മടക്കി. ഇബ്രാഹിം നബി പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട പ്രവാചക എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി സ്വാഗതം ചെയ്യുന്നുണ്ട്.
7ാം ആകാശത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയെ കണ്ട രൂപം വിശദീകരിക്കുന്നുണ്ട്. റഅയ്തു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടു. വഅന അശ്ബഹു വലദിഹി ബിഹി, അദ്ദേഹത്തിന്റെ സന്തതികളിൽ ഏറ്റവും കൂടുതൽ രൂപസാദൃശ്യമുള്ളത് എനിക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയെ കണ്ട സമയത്ത് പറയാണ്, അദ്ദേഹത്തിന്റെ സന്തതികളിൽ ഏറ്റവും കൂടുതൽ രൂപസാദൃശ്യമുള്ളത് എനിക്കാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ കാണുന്നു. നോക്കുങ്ങൾ, വലിയ അത്ഭുതമല്ലേ ഇത്? ഈ പ്രവാചകന്മാരെ കണ്ട സമയത്തൊക്കെ പ്രവാചകന്മാരുമായി പല വിഷയങ്ങളും ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടവർ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്നാണ് നിങ്ങൾക്കറിയുമോ ഖിയാമത്ത്? എല്ലാ പ്രവാചകന്മാരോടും ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, നിങ്ങൾക്കറിയോ എന്നാണ് ഖിയാമത്ത്? എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. ഒരു പ്രവാചകനും പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രം ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്കെന്നാണ് ഖിയാമത്ത് എന്നറിയില്ല, പക്ഷെ അതിൻ്റെ ചില അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ ചില അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിന് മുമ്പായി ഞാൻ ഇറങ്ങി വരും, ഖിയാമത്ത് നാളിന് മുമ്പായി ഞാൻ ഇറങ്ങി വരും. അന്ന് മസീഹുദ് ദജ്ജാൽ വരും. ആ മസീഹുദ് ദജ്ജാലിനെ ഞാൻ കൊല്ലും. ആരാ മസീഹുദ് ദജ്ജാലിനെ കൊല്ലുന്നത്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അതിനുശേഷം യഅജൂജ് മഅജൂജ് വരും. ദജ്ജാലിനേക്കാൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ഫിത്നയായ പേടിക്കേണ്ട യഅജൂജ് മഅജൂജ് കടന്നു വരും. ആ യഅജൂജിൽ മഅജൂജിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈസാ നബിയും അനുയായികളും ഒരു മലമുകളിലേക്ക്, കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറും. കുന്നിന്റെ ചുറ്റുഭാഗത്തും യഅജൂജ് മഅജൂജ് ഇടം പിടിക്കും, സ്ഥലം പിടിക്കും. ഇവർക്ക് ഇറങ്ങാൻ പറ്റൂല. ദിവസങ്ങളോളം അവരവിടെ ഇരിക്കേണ്ടി വരും. അവസാനം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയത്ത് അള്ളാഹു പ്രത്യേകമായ ചില ജീവികൾ അയക്കും. എന്നിട്ട് യഅജൂജ് മഅജൂജിനെ നശിപ്പിക്കും. അവരെല്ലാവരും അവിടെ മരിച്ചു വീഴും. ആ മയ്യത്തുകൾ എടുത്ത് ശുദ്ധിയാക്കാൻ കഴിയാത്ത രൂപത്തിൽ എണ്ണം അവരുണ്ടാകും. അങ്ങനെ ആ മയ്യത്തിൽ നിന്നും ദുർഗന്ധം വരും. ആ സമയത്ത് വീണ്ടും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യും, അള്ളാഹുവേ നീയല്ലാതെ മറ്റൊരു മാർഗമില്ല. ആ സമയത്ത് അള്ളാഹു ശക്തമായ മഴ പെയ്യിപ്പിക്കും. ഈ മയ്യത്തുകളെല്ലാം അവിടുന്ന് പോകും. ഭൂമി മുഴുവൻ ശുദ്ധമാകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈസാ നബിയും അനുയായികളും ആ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് പടിഞ്ഞാറ് നിന്നൊരു കാറ്റ് വരുന്നത്. ആ കാറ്റ് വിശ്വാസികളുടെ ദേഹത്തുകൂടെ, ചില റിപ്പോർട്ടിൽ കക്ഷത്തിലൂടെ അതിങ്ങനെ സ്പർശിച്ച് മുന്നോട്ട് പോകും. ആ കാറ്റ് സ്പർശിച്ചവരൊക്കെ അവിടെ മരണപ്പെട്ടു വീഴും. അന്ന് ഖിയാമത്ത് സംഭവിക്കും എന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ദജ്ജാലിനെ കുറിച്ച് നേർക്കുനേരെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ ഇറങ്ങി വരുമെന്ന് ഈസാ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. ശരി, അവിടെ നിന്ന് വീണ്ടും പോവുകയാണ്. സുമ്മ റുഫിഅ ലിൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഞാൻ ചോദിച്ചു, ഫഖുൽതു യാ ജിബ്രീലു മാ ഹാസാ, ബൈത്തുൽ മഅമൂർ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് ജിബ്രീൽ? അവിടെ നിന്ന് പറഞ്ഞു ഹാസൽ ബൈത്തുൽ മഅമൂർ, ഇതാണ് ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂർ വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. സൂറത്ത് തൂർ, വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റക്കിൻ മൻശൂർ വൽ ബൈത്തുൽ മഅമൂർ. ബൈത്തുൽ മഅമൂർ എന്ന് ഖുർആനിലെ അതുമായി ബന്ധപ്പെട്ട പരാമർശം നമുക്ക് കാണാൻ കഴിയും. എന്താണ് ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ? അത് ആകാശത്തിലെ കഅബാലയമാണ്. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ഭൂമിയിൽ മനുഷ്യന്മാർക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു ഭൂമിയിൽ മനുഷ്യന്മാർക്ക് കിബലയാക്കി പടച്ച റബ്ബ് സൃഷ്ടിച്ച, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി പടച്ച റബ്ബ് തീരുമാനിച്ച, നിർണയിച്ച ഭൂമിയിലെ കഅബയെ പോലെ ആകാശത്തിലെ മാലാഖമാരുടെ കഅബയാണ് ബൈത്തുൽ മഅമൂർ. ആകാശത്തിലെ മാലാഖമാരുടെ കഅബയാണ് ബൈത്തുൽ മഅമൂർ. അവരവിടെ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടിലൊക്കെ നമുക്ക് കാണുന്നത്. നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാലോ ഈ ഭൂമിയിലെ കഅബ എവിടെയാണ് നിലകൊള്ളുന്നത്? ഭൂമിയുടെ മധ്യത്തിലാണ്. ഇതുപോലെയാണ്, ആകാശത്തിന്റെ മധ്യത്തിലാണ്
ബൈത്തുൽ മഅമൂർ നിലകൊള്ളുന്നത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ആ സ്ഥാനം മനസ്സിലാകാൻ വേണ്ടി പറയുന്നുണ്ട്. ആരെങ്കിലും ബൈത്തുൽ മഅമൂറിൽ നിന്ന് വീണാൽ നേരെ എവിടെയായിരിക്കും? ഭൂമിയിലെ കഅബയുടെ മേലെയായിരിക്കും എന്ന് അതിൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ശരി, ബൈത്തുൽ മഅമൂർ, ആകാശത്തിലെ കഅബാലയം. ആ കഅബാലയത്തിലേക്ക് യദ്ഖുലു കുല്ല യൗമിൻ 70,000 മലക്കിൻ, ഒരു ദിവസം 70,000 മാലാഖമാർ പ്രവേശിക്കും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. ഇതാണ് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. ഒരു ദിവസം 70,000 മാലാഖമാർ പ്രവേശിക്കും. ഇദാ ഖറജൂ മിൻഹു ലം യഊദു ഫീഹി ആഖിറു മാ അലൈഹിം. എന്നാൽ ഒരു പ്രാവശ്യം പ്രവേശിച്ച മാലാഖമാരിൽ ഒരാൾ പോലും ഖിയാമത്ത് നാൾ വരെ പിന്നെ അതിലേക്ക് പ്രവേശിക്കുകയില്ല. ഒരു ബാച്ചിൽ 70,000. പിന്നെ ഒരു മലക്ക് എന്തെയില്ല, ഒരു പ്രാവശ്യം കയറിയ മലക്ക് പിന്നെ മറ്റൊരു പ്രാവശ്യം ആ ബൈത്തുൽ മഅമൂറിലേക്ക് കയറൂല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മാത്രമല്ല, ഫഇദാ ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുസ്നിദുൻ ദഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ, ഭൂമിയിലെ കഅബയുടെ സ്ഥാപകനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലെ കഅബയായ ബൈത്തുൽ മഅമൂർ ചാരിയിരിക്കുകയാണ്. കണ്ടോ, ആകാശത്തിലെ ബൈത്തുൽ മഅമൂർ ഇങ്ങനെ ചാരിയിരിക്കുന്നതായി ഞാൻ കണ്ടുവെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ദിവസം 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു. ഇന്ന് കയറിയ മലക്കുകൾ നാളെ കയറൂല, നാളെ എന്നല്ല പിന്നെ ഒരിക്കലും കയറൂല. ആ ഹദീസിന്റെ പ്രയോഗം ലം യഊദു ഫീഹി ആഖിറു മാ അലൈഹിം എന്നാണ്. ഒരു പ്രാവശ്യം കയറിയ മലക്കുകൾ പിന്നെ മറ്റൊരു പ്രാവശ്യം അതിലേക്ക് കയറൂല. നാളെ പുതിയ 70,000 മറ്റന്നാളോ വേറെ 70,000. അപ്പം മലക്കുകളുടെ എണ്ണം എന്തായിരിക്കും? വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, അള്ളാഹുവിൻ്റെ സൈന്യങ്ങളുടെ എണ്ണങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. എന്തായിരിക്കും? മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നി അറാ മാ ലാ തറൗന വ അസ്മഉ മാ ലാ തസ്മഊൻ. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, അത്തത്തിസ്സമാ, ആകാശം ഒരു ശബ്ദമുണ്ടാക്കി. ആകാശത്തുനിന്ന് പ്രത്യേകമായ ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്നിട്ട് ഇങ്ങനെ പറയാണ്, മാ ഫീഹാ മൗദിഉ അർബഇ അസ്വാബിഅ ഇല്ലാ വമലകുൻ വാദിഉൻ ജബഹതഹു അല്ലാഹു സാജിദ. ഒരു വിരൽ പോലും വെക്കാൻ ഇടമില്ലാത്ത രൂപത്തിൽ ആകാശലോകത്ത് മലക്കുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായിരിക്കും ഇപ്പോ? സുബ്ഹാനല്ലാഹ്, അല്ലേ? ഒരു വിരൽ പോലും വെക്കാൻ പറ്റാത്ത രൂപത്തിൽ ആകാശലോകത്ത് മലക്കുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അവരിങ്ങനെ അള്ളാഹുവിന് സുജൂദും തസ്ബീഹും ഒക്കെയായി അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ തഅലമൂന മാ അഅലം ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ. അല്ലാഹുവാണ് സത്യം, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ. നിങ്ങൾക്കധികം ചിരിക്കാൻ കഴിയില്ല, നിങ്ങൾക്കധികം സന്തോഷിക്കാൻ കഴിയില്ല, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. വമാ തലസ്സൽതും ബിന്നിസാഇ അലൽ ഫുറൂഷ്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോടൊപ്പം ആസ്വദിക്കുമായിരുന്നില്ല. വല ഖറജതും ഇലസ് സുഅദാതി തജഅറൂന ഇലല്ലാഹ്, എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു തുറന്ന സ്ഥലത്തേക്ക് ഓടിപ്പോകുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേ നിങ്ങൾ മുന്നേറുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കും, ലവദിത്തു അന്നി കുന്തു ശജറതൻ തുഅലദ്, ഞാനൊരു മുറിച്ചു കളയപ്പെടുന്ന ഒരു വൃക്ഷമായിരുന്നെങ്കിൽ എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് പറഞ്ഞത് മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ച് പറയാനാണ്. എത്രമാത്രം മാലാഖമാരായിരിക്കും അവിടെ. ശരി, അവിടെ വെച്ച് ഇബ്രാഹിം നബിയെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി ഒരു കാര്യം പറയുന്നുണ്ട്, യാ മുഹമ്മദ്, ഏ മുഹമ്മദ് നബിയെ, അക്രി ഉമ്മതക മിന്നി അസ്സലാം, താങ്കളുടെ ഉമ്മത്തിനോട് എന്റെ സലാം പറയണം. വ അഖ്ബിറുഹും അന്നൽ ജന്ന ത്വയ്യിബത്തുത് തുർബ അസ്ബത്തുൽ മാഇ വ അന്നഹാ ഖിആൻ, ഇവിടെ സ്വർഗ്ഗമുണ്ടെന്നവരോട് പറയണം. ആ സ്വർഗ്ഗത്തിന്റെ പ്രത്യേകത ത്വയ്യിബത്തുത് തുർബ അസ്ബത്തുൽ മാ വ അന്നഹാ ഖിആൻ, നല്ല ശുദ്ധമായ മണ്ണാണ് സ്വർഗത്തിലെ മണ്ണ്, നല്ല വെള്ളമാണ്, ശുദ്ധമായ വെള്ളമാണ്, നല്ല താഴ്ന്ന പ്രദേശമാണ് സ്വർഗത്തിൽ.
എന്ന് പറഞ്ഞാൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഏത്? ഭംഗിയുള്ള നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് അവരെ അറിയിക്കണം. വഅന്ന ഖിറാസഹാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പറയണം നബിയേ, നിന്റെ താങ്കളുടെ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണം, ഇവിടേക്കുള്ള കൃഷി ചെയ്യാൻ, ഇവിടേക്കുള്ള ചെടി എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹയാണ്, അൽഹംദുലില്ലയാണ്, അല്ലാഹു അക്ബറാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നമ്മളിതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതാരാ പറഞ്ഞു കൊടുക്കുന്നത്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന എങ്ങനെയാണ്? ആദർശ പിതാവ്, അല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി, അള്ളാഹുവിന്റെ ചങ്ങാതിയാണ്, ആദർശ പിതാവാണ്. എന്ന് പറഞ്ഞാൽ ഈ ആദർശം സ്വീകരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളാകും. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന ആദർശം നിങ്ങൾ സ്വീകരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല, ആരാധ്യനുമില്ല എന്ന ആദർശം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളാകും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്. ശരി, വീണ്ടും പോവുകയാണ്. സുമ്മ ദഹബ ബി ഇല സിദ്റത്തിൽ മുൻതഹ, പിന്നെ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്താ സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ? അതാണ് അറ്റം. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ മനുഷ്യന്മാർക്ക് പോകാൻ കഴിയില്ല. ഇൻതഹ, എൻതഹി എന്നൊക്കെ പറഞ്ഞാണ് അറ്റം എന്നതിനെ കുറിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹയെ കുറിച്ച് ഒരു മനോഹരമായ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്. അതിൻ്റെ ചെവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ ആനച്ചെവി പോലെയാണ്. ഹദീസ് ഓരോന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഭരണി പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മനോഹരമായ രംഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ സിദ്റത്തുൽ മുൻതഹയെ കാണുമ്പോൾ അതാകെ നിറം പകർന്നു നിൽക്കുകയാണ്, മനോഹരമായ നിറമാണതിന്. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ നിറം വിശദീകരിക്കാൻ എനിക്കെന്നല്ല ലോകത്തൊരു സൃഷ്ടിക്കും സാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തായിരിക്കും അതിൻ്റെ നിറം? അല്ലേ? അതിൻ്റെ ഇലകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആനച്ചെവി പോലെയാണ്, അല്ലേ? അതിൻ്റെ പഴങ്ങളെക്കുറിച്ച് പറഞ്ഞു, നല്ല ഭരണി പോലെയാണ്. എന്നാൽ നിറത്തെക്കുറിച്ച് നബിക്ക് പറയായിരുന്നു, പക്ഷേ വിശദീകരിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്നാണ്. അത്രമേൽ മനോഹരമാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും. ഞാൻ ഇങ്ങനെ സിദ്റത്തുൽ മുൻതഹയെ കാണുമ്പോൾ ആ വൃക്ഷത്തിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള ചിത്രശലഭങ്ങൾ പാറി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത് സ്വർഗത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭംഗിയുള്ള വൃക്ഷമാണ്. ഇന്ദ സിദ്റത്തുൽ മുൻതഹ ഇന്ദഹ ജന്നത്തുൽ മഅവ. അത് സ്വർഗത്തിൻ്റെ അടുത്ത് വെച്ച് ഉള്ള സ്വർഗത്തിൻ്റെ അടുത്തുള്ള ഒരു വൃക്ഷമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗം അതിൻ്റെ അടുക്കലാണ്. ഏഴാൻ ആകാശത്ത ഒരു പക്ഷേ ഇതിൽ നിന്നും ചില പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്, സ്വർഗം എന്ന് പറഞ്ഞാൽ ഏഴാൻ ആകാശത്തിൻ്റെയും അപ്പുറത്താണ് എന്ന് ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. ശരി, അവിടെ വെച്ച് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശദമായി പറയുന്നില്ല, അതിൻ്റെ ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ്. അവിടെ വെച്ചാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സാക്ഷാൽ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. ജിബ്രീലിനെ പലതവണ നബി കണ്ടിട്ടുണ്ട്. ദിവസത്തിൽ പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് തിരിച്ചു പോകാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും വേറെ രൂപമാണ്, മനുഷ്യരുടെ രൂപമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ സാക്ഷാൽ രൂപത്തിൽ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവ. മറ്റൊരു ഇറക്കത്തിന്റെ സന്ദർഭത്തിൽ അഥവാ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീലിനെ കണ്ടു. സൂ മിർറത്തിൻ ഫസ്തവ. സൂറത്തുൻ നജ്മിന്റെ ആദ്യ ഭാഗത്ത് കാണാം, സൂ മിർറത്തിൻ ഫസ്തവ, സാക്ഷാൽ രൂപത്തിൽ ഞാൻ കണ്ടു. വഹുവ ബിൽ ഉഫുഖിൽ അഅലാ, അദ്ദേഹമാകട്ടെ ഉന്നതമായ ഒരു മണ്ഡലത്തിലായിരുന്നു. സുമ്മദനാ ഫതദല്ല, പിന്നെ അദ്ദേഹം അടുത്തേക്ക് വന്നു, കൂടുതൽ അടുത്തേക്ക് വന്നു. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, രണ്ട് വില്ലുകളുടെ അകലത്തിൽ, അല്ലെങ്കിൽ ഔ അദ്നാ, അതിനേക്കാളും അടുത്തായി. ഒരു അമ്പിന്റെ രണ്ട് വില്ലുകൾ എന്ന് പറയില്ലേ, അതിനേക്കാൾ അടുത്തായിട്ട് ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. ആ കണ്ട സമയത്ത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ ജിബ്രീൽ ലഹു 600 ജനാ, 600 ചിറകുണ്ടായിരുന്നു.
മാലാഖമാർക്ക് ചിറകുണ്ടെന്നാണ്. സൂറത്തുൽ നജ്മിന്റെ ഒക്കെ ആദ്യ ഭാഗത്ത് അരംഗം സൂറത്തുൽ ഫാത്തിറിന്റെ ആദ്യ ഭാഗത്ത് അരംഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മാലാഖമാർക്ക് ചിറകുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ചിറകുണ്ടായിരുന്നു. ഓരോ ചിറകും ആകാശത്തിന്റെ ചക്രവാളങ്ങൾ നിറയെ മുഴുവനായും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലായിരുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പം ഒരു ചിറകിന്റെ വലുപ്പാത്. അപ്പം എന്തായിരിക്കും 600 ചിറക് ഉള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ 2 പ്രാവശ്യം മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെ യഥാർത്ഥ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുള്ളൂ. ഒന്ന് വഹീന്റെ ആരംഭത്തിലാണ്, വഹീന്റെ തുടക്കത്തിലാണ്. മറ്റൊന്ന് ഈ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചാണ്. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 നദികൾ കാണുന്നുണ്ട്. സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് 4 നദികൾ കണ്ടു. അന്നഹു റഅ 4 അൻഹാർ യഖ്റുജു മിൻ അസ്ലിഹാ നഹ്റാനി ളാഹിറാനി വനഹ്റാനി ബാത്തിനാൻ. 2 വ്യക്തമായ നദികൾ, 2 അവ്യക്തമായ നദികൾ കണ്ടു. ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, മാ ഹാസിഹിൽ അൻഹാർ, ഏതാണ് ഈ നദികൾ ജിബ്രീൽ? അവിടുന്ന് പറഞ്ഞു, അമ്മൻ നഹ്റാനിൽ ബാത്തിനാനി ഫനഹ്റാനി ഫിൽ ജന്ന വ അമ്മൽ ളാഹിറാനി ഫന്നീലു വൽ ഫുറാത്ത്. വ്യക്തമായ 2 നദികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സ്വർഗത്തിലെ 2 നദികളാണ്. അവ്യക്തമായ 2 നദികൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായ വ്യക്തമായ നദികൾ എന്ന് പറഞ്ഞാൽ ഫന്നീലു വൽ ഫുറാത്ത്, ഒന്ന് നൈലാണ് മറ്റൊന്ന് ഫുറാത്താണ്. അവ്യക്തമായ നദികൾ അൽ ബാത്തിനാനി ഫനഹ്റാനി ഫിൽ ജന്ന. അവ്യക്തമായ 2 നദികൾ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ 2 നദികളാണ്. വ്യക്തമായ 2 നദികൾ എന്ന് പറഞ്ഞാൽ ഫന്നീൽ, ഒന്ന് നൈലാണ് മറ്റൊന്ന് ഫുറാത്താണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടില്ല. നേർക്കുനേരെ അർത്ഥമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നേർക്കുനേരെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്ന് നൈല തന്നെയാണ്, മറ്റൊന്ന് ഫുറാത്തി എന്നുള്ള രൂപത്തിൽ വേറൊരു നദി ഉണ്ടായിരിക്കാം, അതായിരിക്കാം എന്ന് വിശദീകരിച്ചവരുണ്ട്. ഇനി അങ്ങനെയല്ല, ഇതല്ല ഫുറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഇസ്ലാം വ്യാപകമാകും എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന സമയത്ത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് കേവലം 200-ൽ താഴെ ആളുകൾ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. മക്കയിലെ പരിസര പ്രദേശങ്ങളിൽ മാത്രം. മദീനയിലേക്ക് പോലും അങ്ങനെ വ്യാപകമായിട്ടില്ല. ഹിജ്റ പോലും പോയിട്ടില്ലല്ലോ. അവിടെ ഏതാനും കുറച്ച് ആൾക്കാരെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. പക്ഷേ പിൽക്കാലത്ത് ഇസ്ലാം വ്യാപകമാകുമെന്നും ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടുമെന്നും ലോകത്തുടനീളം ഇസ്ലാം കടന്നു ചെല്ലുമെന്നും അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആളുകളിൽ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ മുഹമ്മദ് നബിയെ താങ്കളുടെ ഉമ്മത്തായിരിക്കുമെന്ന സന്തോഷ വർത്തമാനമാണ് യഥാർത്ഥത്തിൽ ഒരു സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ശരി, അവിടെ നിന്ന് അങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് എനിക്ക് അനുവാദമില്ല, എനിക്ക് അനുവാദമില്ല. അവിടെ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീണ്ടും മേൽപോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, അവിടെ അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഈ പ്രപഞ്ചത്തിന്റെ വിധികളും നിയമങ്ങളും എഴുതി രേഖപ്പെടുത്തപ്പെടുന്ന പേനകളുടെ ശബ്ദം കേൾക്കുമാറ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തു. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച സ്ഥലമെത്തിയപ്പോൾ അവിടെ അള്ളാഹുവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. സംസാരിച്ചുവെന്ന് മാത്രമല്ല, അവിടെ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ചില സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സമ്മാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു തൗഫീഖ് നൽകിയാൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഈ ഇസ്രാ മെഅറാജുമായി ബന്ധപ്പെട്ട്, റജബുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. മെഅറാജ് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് റജബ് 27 പ്രത്യേകമായൊരു നോമ്പ് എടുക്കണം, അന്ന് രാത്രിയിൽ പ്രത്യേകമായി നമസ്കരിക്കണം, അന്ന് പ്രത്യേകമായ ദിക്റുകളും ദുആകളുമുണ്ട് എന്നുള്ള രൂപത്തിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിലില്ല. അത്തരം ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടില്ല. റജബ് 27 മെഅറാജ് ഇസ്രാഇന്റെ ഒരു നോമ്പ് എന്നുള്ള രൂപത്തിൽ പ്രത്യേകമാക്കപ്പെട്ട ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അന്ന് പ്രത്യേകമായ ഒരു ഇബാദത്ത്, പ്രത്യേകമായ ഒരു നമസ്കാരം, പ്രത്യേകമായ ഒരു സ്വലാത്തും അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് റജബ് എന്ന് മനസ്സിലാക്കി ആ മാസത്തോടുള്ള ആദരവും ബഹുമാനവും ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുകൂടെ പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ
വിശദീകരണം ഇന്നലത്തെ ക്ലാസ്സിൽ വിശദീകരിച്ച് നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും. ആർക്കെങ്കിലും കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചകന്റെ ചരിത്രങ്ങളും പ്രവാചകന്റെ വിശദീകരണങ്ങളും കേൾക്കുമ്പോൾ അതിൽ നിന്നും ഇത്തരം ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഈമാൻ വർദ്ധിക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവേ നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലും ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, എല്ലാവിധ പിശാചിന്റെ ഷെറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും കാത്തു സംരക്ഷിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചു മരണപ്പെടുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ചെറിയ പ്രയാസം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നറിഞ്ഞു. പ്രത്യേകമായി അദ്ദേഹത്തിന് ശിഫ നൽകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസം നൽകുമാറാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.